ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഞാൻ ഒരു കഥയായിട്ട് വന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് കഥയല്ല കേട്ടോ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് തന്നെ പറയണം. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ പലരുടെയും ജീവിതം കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ആ ഭാര്യയും ഭർത്താവും എന്ത് സന്തോഷം, അവർ പോണത് കണ്ടില്ല, എന്ത് സ്നേഹമായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണുമ്പം പറയേണ്ട, അവർ ഭർത്താവും ഭാര്യയായിട്ട് എന്തൊരു സ്നേഹമാണ്, മക്കളും ഒക്കെ ആയിട്ട് എന്ത് സ്നേഹമാണ്. അപ്പോൾ നമ്മളെ ഭർത്താവിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ കണ്ടുപിടി, അവരെ സ്നേഹം കണ്ടുപിടി, നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എന്നൊക്കെ ചോദിക്കുന്ന സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഭർത്താവിനെ ഭാര്യ ഇങ്ങനെ സ്നേഹിക്കുന്നു, നീ കണ്ടില്ലേ, നീ അത് കണക്ക് എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഞാനും ഒരു കുടുംബം, എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറയാം, അവരെ കാണുമ്പോൾ ഞാനും ആലോചിച്ചു, എന്ത് സ്നേഹമാണ്, ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ നല്ല ഇതാണ് പറയുന്നത്. ഭർത്താവിനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല, നല്ല സ്നേഹമായിട്ട് ആണ്. ചിലപ്പം നമ്മളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമായിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഭർത്താവ് ഫോൺ വിളിക്കും, അങ്ങനെ അവർ നല്ല ഹാപ്പി ആയിട്ടാണ്. കാണുമ്പം നമുക്ക് തോന്നും, ഓ എന്ത് സ്നേഹമാണ് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് എന്ന്. ഞാനും ഇവരുമായിട്ട് ഭയങ്കര കൂട്ടല്ല, ഒരിക്കൽ പരിചയപ്പെട്ടു, കൂടെ വിളിക്കും, സംസാരിക്കും. അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകളുമായിട്ട് അങ്ങനെ അടുക്കാറ് ഇല്ലാത്ത ഒരാളാണ്. കുറച്ച് ആളുകളെ അവർക്ക് കൂട്ടായിട്ടുള്ളൂ. പക്ഷേ അവർ മനസ്സിലുള്ളത് തുറന്ന് പറയില്ല, അങ്ങനെ ഒരു പ്രകൃതം. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു തെറ്റ് കണ്ടാൽ അത് മുഖത്ത് നോക്കി പറയും. ഒളിച്ചും പാത്തും പറയാൻ അറിയാത്ത ഒരു പെണ്ണാണ് ഈ പറഞ്ഞു. പക്ഷേ പേരെനിക്കിവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് പേര് പറയാത്തത്. എപ്പോഴും ഒന്നും എന്നെ ഫോൺ ചെയ്യില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് മാത്രം ഫോൺ ചെയ്യും. ഇങ്ങനെ ഒരു ദിവസം ഒരു അത്യാവശ്യ കാര്യത്തിന് എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കവേ പറഞ്ഞു, ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് പിണങ്ങി പോയി, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് മദ്രാസിൽ പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരുന്നു. അപ്പം എൻ്റെ സഹോദരന് വേറൊരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഫോണൊന്നും എടുക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ മക്കളും കൂട്ടുകാരും ഒക്കെ വന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഭർത്താവായിട്ട് ചെറിയൊരു പിണക്കൊന്നും പറയും, കള പോട്ടെ, എല്ലായിടം ഉള്ളതിൽ നീ അതിനിങ്ങനെ ചെയ്യാൻ കൊള്ളാവൂ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അതിനുശേഷം ശരി വെക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, സജന ഞാൻ ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, കുടുംബശ്രീയിൽ നിന്ന് കുറച്ച് ലോൺ എടുത്ത് ഞാൻ കച്ചവടം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ഇപ്പം കച്ചവടം, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ശരിയാണ്, നല്ല കാര്യം തന്നെ, കട നോക്കുന്നു എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. ശരി, അങ്ങനെ നോക്കട്ടെ, അതന്നെ, നീ ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ, ഒരു കച്ചവടം ചെയ്ത് നിനക്ക് 5 പൈസ കിട്ടും എന്ന് ഞാൻ ഈ പെൺകുട്ടിയെ അടുത്ത് പറഞ്ഞു. അപ്പോഴവൾ എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെയുണ്ട്, എന്തായാലും ഒരു 3 മാസം ഞാനിവിടെ കച്ചവടം ചെയ്യും, അതിനുശേഷം ഈ കട ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോകുമെന്ന് പറഞ്ഞു. മോൻ പഠിക്കാൻ പോകുന്നു, ഒരു മോന് ജോലിയുണ്ട്, അവനൊരു കോഴ്സിന് ചേർക്കുന്നു, അവൻ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ പോയി താമസിക്കുമെന്ന് പറയും, മദ്രാസിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ, നിൻ്റെ ചേട്ടനില്ലേ? അത് ചേട്ടന് ഞാനുമായിട്ട് ചെറിയ കെറുകെറുപ്പം. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ ജീവിതത്തിലുള്ളതാണ്, കളയണം, 2 പേരും പിണക്കമൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ കളഞ്ഞ് നിങ്ങൾ മിണ്ടണം, എന്തിനാ ചെറിയ വഴക്ക് ഇത്രയും നീട്ടി പോണത് എന്നൊക്കെ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞില്ല സജന, അങ്ങനെയൊന്നുമില്ല, ഇതുവരെ ഞങ്ങൾ മിണ്ടിയില്ല, പിണക്കമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവ് മാത്രമേ വീട്ടിൽ കാണൂ, പിന്നെ നീ നിൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളും പഠിക്കാനും പോയി, പിന്നെ ഭർത്താവ് സ്വഭാവത്തിന് മാറ്റമൊക്കെ വരും, നീ വരുമ്പോഴത്തേക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, നീ അവിടെ നിന്ന് വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല സജന എന്ന് പറഞ്ഞു. പറഞ്ഞു, നിങ്ങൾ എന്ത് സന്തോഷമായിട്ടാണ് ജീവിച്ചത്, നിങ്ങൾ സ്നേഹം കാണുമ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത്രയും സ്നേഹം ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് ഇപ്പം പിണക്കമാണ്, അദ്ദേഹം എന്നെ ഒരുപാട് ഉപദ്രവിക്കും, അതാ അവൾ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല, ഭർത്താവ് പറയുന്ന എല്ലാം സമ്മതിച്ചു കൊടുക്കണം, സമ്മതിച്ചില്ലെങ്കിൽ അടിക്കും, അത് എന്നെ കയ്യിലോ കാലിലോ ആണെങ്കിൽ വേണ്ടിയില്ല സജന, തലയ്ക്കാണ് അടിക്കുന്നത്, കിട്ടുന്ന തടിയാണെങ്കിൽ ആ തടി എടുത്ത് തലയ്ക്കടിക്കും, കമ്പിയാണെങ്കിൽ കമ്പി എടുത്ത് തലയ്ക്കടിക്കും, അങ്ങനെയാണ് ഈ പെണ്ണിൻ്റെ ഭർത്താവ് ഇവളെ ദ്രോഹിക്കുന്നത്. തലയിൽ ഒത്തിരി തയ്യലൊക്കെ ഉണ്ട്, തലയ്ക്കൊക്കെ ഒരു വല്ലായ്മയാണെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇവർ 2 പേരും ഭയങ്കര സ്നേഹം, ഒന്നും വരെ ഭർത്താവിനെ പറ്റി ഒരു കുറ്റം പറയാത്ത ഒരു പെണ്ണാണ്. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം കയ്യിലോ കാലിലോ ഒക്കെ അടിച്ചാൽ കുഴപ്പമില്ല, അതും തലയ്ക്ക് മാത്രമേ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന എല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവൾ പറഞ്ഞു. അത് കുഞ്ഞുങ്ങൾ വലുതായപ്പോൾ ആൺകുട്ടികൾക്ക് അത് പിടിച്ചില്ല. ഇളയ മോൻ അച്ഛനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ വീട്ടിൽ വഴക്കായി. അപ്പോൾ അമ്മയ്ക്ക്
അടിക്കുന്ന കണ്ടപ്പോൾ മോന് സഹിച്ചില്ല. കയ്യിലൊക്കെ അടിച്ചാൽ പിന്നെ വേണ്ടില്ല, തലയ്ക്കൊക്കെ അടിക്കുന്നത് അതെന്ത് മോശമാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇവരുടെ ജീവിതം അടിപൊളി, രണ്ടുപേരും പോവുകയും വരികയൊക്കെ ചെയ്യും. പക്ഷേ ഈ പെൺകുട്ടി ഇത് ആരെടുത്തും തുറന്ന് പറയില്ല. എന്തോ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അതിൻ്റെ അടുത്ത് ഒരു മറുപടിയില്ല പറയാൻ. എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ടുപേരും പ്രശ്നങ്ങളൊക്കെയാണ്, അതൊന്ന് പറഞ്ഞ് തീർത്ത് ജീവിക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. നാളെയും എൻ്റെ ഭാര്യ വേണം, തലയ്ക്കൊക്കെ അടിച്ച ആ ഒരു കമ്പിയായാലും തടിയായാലും അടിച്ച ആൾ വടിയാവാം, വല്ലയിടവും പോകണ്ടേ, പോവില്ലേ, ആൾ മരിച്ചു പോകത്തില്ലേ? അതുപോലും ചിന്തിക്കാത്ത ഇത്രയും ദേഷ്യം വന്ന ഭാര്യ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ചിലവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അവരെന്താണ് അവരുടെ ജീവിതത്തിൽ അടിപൊളിയായിട്ട് ഭർത്താവും ഭാര്യയും സ്നേഹമെന്ന്. അതെല്ലാവരും ചിന്തിക്കേണ്ട കേട്ടോ. ഈ കാണുന്നതല്ല ജീവിതം. നമുക്ക് തോന്നും ഒരു റോസാപ്പൂ കാണുമ്പോൾ അതിന് ഭയങ്കര ഭംഗിയാണ്, അത് നമ്മൾ പിച്ചുമ്പോഴാണ് അതിനകത്ത് മുള്ളുള്ളത്. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ അത് നല്ലതാണ്, അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്ന, അവർ ഭയങ്കര സ്നേഹമാണെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, അല്ലാതെ വേറൊരു ജീവിതത്തിലേക്ക് പോവാതിരിക്കുക. അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ചിലവരൊക്കെ മറ്റുള്ള ജീവിതം കാണുമ്പോൾ പറയും, അവരുടെ ജീവിതം കണ്ട അടിപൊളിയാണ്, അവരങ്ങനെയാണ് ജീവിക്കുന്നത്, ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇതൊക്കെ ചുമ്മാതെയാണ്. അവരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോഴേ അറിയാം അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന്. നമ്മൾ യൂട്യൂബിൽ തന്നെ എത്രയോ കുടുംബങ്ങളെ വീഡിയോ കാണുന്നു, അവരെല്ലാം